ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ കഴുകാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ മാസ്ക് ഉണ്ടെങ്കിൽ ഒരു ഭാഗം നമുക്ക് മുറിച്ച് കളഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ കുളിച്ച് തീരാറായ സോപ്പുണ്ടല്ലോ, അപ്പം കുളിച്ച് തീരാറ് സോപ്പൊക്കെ നമ്മൾ മിക്കവരും എടുത്ത് കളയും. അപ്പം അത് ഇതേപോലെ നമുക്ക് മാസ്കിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കോൾഗേറ്റ്, അപ്പോൾ ഏതാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് കോൾഗേറ്റ്, അത് അതിനകത്തോട്ട് കുറച്ചത് അതും കൂടെ സോപ്പിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഭാഗം ഇതേപോലെ ഒന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലഷ് അടിക്കുന്ന ടാങ്കിനകത്തോട്ട് ഒന്ന് കൊളുത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ കഴുകാൻ മടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ഫ്ലഷ് അടിക്കുമ്പം തന്നെ അതിനകത്തുള്ള ആ കറയും മഞ്ഞ അഴുക്കും എല്ലാം പോയി കിട്ടും. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ബാത്റൂം തേച്ച് ഇടണമെന്നില്ല, ഇതേപോലെ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വളരെ ഉപകാരപ്രദമായൊരു ടിപ്പാണിത്. അപ്പോൾ ഇതെല്ലാവരും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഫ്ലഷ് ടാങ്കിനകത്തോട്ട് ഇറക്കി കൊളുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫ്ലഷ് അടിച്ചാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഉടനെ അടിക്കുകയാണ്. ഇപ്പോൾ ഉടനെ അടിച്ചാൽ അത് അലിഞ്ഞ് വരത്തില്ലല്ലോ. അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ആ സോപ്പും ആ കോൾഗേറ്റും തമ്മിൽ അലിഞ്ഞിട്ട് ആ വെള്ളം ഫ്ലഷ് അടിക്കുമ്പം തന്നെ നല്ലൊരു മണവും ആയിരിക്കും. ബാത്റൂം ക്ലോസറ്റ് വൃത്തിയായി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഇനി നമുക്ക് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റാണേലും അതേപോലെ മഗ്ഗും ഇതേപോലെ കറയൊക്കെ പിടിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ വെള്ളത്തിനാണെങ്കിൽ ചെറിയൊരു കളർ വ്യത്യാസം കൂടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കറയൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത്. ഉപ്പ് മാത്രം മതി. അപ്പോൾ ഉപ്പിട്ട് വെറുതെ ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. കണ്ടോ, നല്ല ക്ലീനായിട്ട് കിട്ടും. കണ്ടോ, കളർ കണ്ടോ വെള്ളത്തിൻ്റെ. അപ്പം ഇതേപോലെ നമ്മളിടയ്ക്ക് ബാത്റൂമിൽ ഇരിക്കുന്ന ബക്കറ്റും മഗ്ഗുമൊക്കെ ഇതേപോലെ ഒന്ന് ഉപ്പിട്ട് കഴുകി കൊടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. എപ്പോഴും വെള്ളം ഇരിക്കുന്നതുകൊണ്ട് അതിനകത്തൊരു ഇഴുക്കലൊക്കെ കാണും. അപ്പോൾ അതെല്ലാം പോയി നല്ല ക്ലീനായിട്ട് കിട്ടും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിൽ 1/2 ടീസ്പൂൺ അളവിലാണ് ഞാൻ കംഫോർട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് കളയുന്ന കുപ്പിയുടെ അടപ്പുണ്ടല്ലോ, അപ്പോൾ അതിനകത്തോട്ട് ഇത് ഓരോ സ്പൂണും വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടപ്പിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാത്റൂമിലാണേലും അതേപോലെ വാഷ് ബേസിൻ്റെ അവിടെ കിച്ചണിലും അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ വെച്ച് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ്. ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ തന്നെ നല്ല ഒരു സ്മെല്ലായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിൽ മീനൊക്കെ കണ്ടിച്ച് സ്മെല്ലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും. നല്ലൊരു മണമായിരിക്കും ഇതിൻ്റെ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് എളുപ്പമുള്ള ജോലിയാണിത്. അപ്പോൾ നമുക്കിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ബാത്റൂമിലും അതേപോലെ വാഷ് ബേസിനിലും കിച്ചണിലും എല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിന്. അപ്പോൾ ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ അവിടെയും വെച്ച് കൊടുക്കാം, പിന്നെ കിച്ചണിലും വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലന്തി വലയൊക്കെ അടിക്കുന്നത് ഒരു ജോലി തന്നെയാണല്ലേ. അപ്പം എപ്പോഴും നമ്മളിതേപോലെ ചിലന്തി വല അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ആദ്യം ഫുള്ള് എല്ലാ ചിലന്തി വലയും ഇതേപോലെ ഈ ബ്രഷ് വെച്ച് കളയുക. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ കർട്ടനിൻ്റെ ഇടയിലൊക്കെ ചിലന്തി വല പിടിച്ചിരിക്കും. എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതേപോലെയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബേസിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സർഫസ് ക്ലീനറാണ്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡെറ്റോളും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണവുമാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴത്തേനും പിന്നെ ചിലന്തി ആണേലും പല്ലി ആണേലും അതേപോലെ പ്രാണികൾ ഒന്നും തന്നെ കർട്ടൻ്റെ സൈഡിൽ കൂടുകൂട്ടത്തില്ല, അതേപോലെ തന്നെ ചിലന്തി കൂടുകൂട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബനിയൻ സൈസ് എടുക്കുക. ആൾ പോളിസ്റ്റർ എടുക്കരുത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ബനിയൻ്റെ ഒരു തുണി, അതെല്ലാം കുട്ടികൾ ഉപയോഗിക്കാത്ത ഇന്നറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് ആ ബ്രഷിനകത്തൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ ഇതേപോലെ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പം വളരെ എളുപ്പത്തിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് കൊണ്ട് ഈ കർട്ടൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ആക്കി കൊടുത്താൽ അവിടെ പല്ലി പാറ്റ പ്രാണികളൊന്നും തന്നെ ഇരിക്കത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ചിലന്തിയുള്ള ഭാഗത്തെല്ലാം ഇതേ വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. മുകളിൽ ഇതേപോലെ ഞാനിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയൊക്കെ ചെയ്യാറുള്ളതുകൊണ്ട് അങ്ങനെ ചിലന്തി വലയും പല്ലിയുടെ ശല്യമൊന്നും വലുതായിട്ടില്ല.
അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ സ്മെല്ല് തന്നെ പല്ലിക്കും അതേപോലെ തന്നെ ചിലന്തിക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇതേപോലെ ഫാൻ തുടച്ചെടുക്കുക. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫാൻ തുടച്ചെടുക്കുക. ഇതേപോലെ ആ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഡ്രൈ ആയിരിക്കണം, വെള്ളം ഒട്ടും പാടില്ല. എന്നിട്ട് നമുക്ക് ആ ബ്രഷിൽ ചുറ്റി കൊടുത്തിട്ട് ഇതേപോലെ ഫാനൊക്കെ തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫാന് പ്രത്യേകം മെനക്കെടേണ്ട കാര്യമില്ല, കയറി തുടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിലന്തിയൊക്കെ അടിക്കുന്ന സമയത്തിന് തന്നെ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഫാനൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. കണ്ട പുതിയതുപോലെ തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എന്താ നല്ല പുതിയതുപോലെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.